നമസ്കാരം. ചെങ്കോട്ട സ്ഫോടനത്തിനു പിന്നാലെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണത്തിനോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് രാജ്യത്തെ എല്ലാ വ്യോമത്താവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ. കാരണം ഒന്നു മാത്രം: ഇന്ത്യയുടെ വരാനിരിക്കുന്ന തിരിച്ചടി. കരസേന, നാവികസേന, വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനകളും അതീവ ജാഗ്രതയിലാണ്. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണ്. നവംബർ 11 മുതൽ നവംബർ 12 വരെ നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയിട്ടുണ്ട്. സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഇത് സൂചിപ്പിക്കുന്നു. തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായും ബന്ധിപ്പിക്കപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ജാഗ്രത തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും അതിർത്തികളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പലപ്പോഴും ലോക സമാധാനത്തിലും മാനുഷിക മൂല്യങ്ങളിലും ഊന്നി നിശബ്ദമായിരുന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ ഉറച്ച നിലപാട് ലോകത്തിന് മാതൃകയാണ്. ഭീകരതയെ നയതന്ത്ര മാർഗം വഴി നേരിടാനുള്ള ശ്രമം മോദി സർക്കാർ വർഷങ്ങളായി നടത്തിവരുന്നു. പക്ഷേ പാകിസ്ഥാൻ ആ സന്ദേശം മനസ്സിലാക്കാതെ ഭീകരതയെ രാജ്യത്തിന്റെ നയമായി തന്നെ മാറ്റിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലെ നെറുകേടിന്റെ ഉദാഹരണമാണ് ഇന്നലെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ പൊള്ളിച്ചു കടന്നുപോയതെങ്കിൽ അതിനുള്ള തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഒരൊറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാനികൾക്ക് ബോധ്യമുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇന്ത്യയുടെ ഭാവിയിലുള്ള ശക്തമായ പ്രതികരണമാണ് അവരെ വിറപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ക്ഷമയെയോ മൗനത്തെയോ ദൗർബല്യമായി കണക്കാക്കരുത് എന്ന്. ഈ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തിന് മുന്നിൽ മോദി തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലും ജമ്മു കശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ ISIയുടെ പങ്ക് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ച വിവരങ്ങൾ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലും ഭീകര ക്യാമ്പുകളിലും വലിയ ചലനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതും വ്യക്തമായിരുന്നു. പാകിസ്ഥാന്റെ ഭരണകൂടം വർഷങ്ങളായി ഭീകര സംഘടനകളെ വളർത്തുകയും അവരെ സ്വാതന്ത്ര്യ സമര സേനകൾ എന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ ലോകം ഇന്ന് പാകിസ്ഥാന്റെ മുഖം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പോലും പാകിസ്ഥാന്റെ ഭീകര ബന്ധങ്ങളെ തുറന്നു പറയുന്നുണ്ട്. ഇതോടെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ തളർന്നിരിക്കുന്ന അവരാണ് ഇന്ത്യക്കുമേൽ പൊട്ടിത്തെറിയുടെ അഗ്നിജ്വാലകൾ പെയ്യിച്ചതെങ്കിൽ ഇപ്പോൾ അതേ പാക്കികളെ ഏറ്റവും ഭീതിയിലാക്കുന്നത് ഇനി ഏതു നിമിഷവും നേരിടേണ്ടി വരുന്ന ഇന്ത്യയുടെ ശക്തിയായ സൈനിക തിരിച്ചടിയാണ്. മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ രംഗം വൻ പരിഷ്കരണങ്ങൾ കണ്ടു. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകളിലേക്കും അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങളിൽ നിന്ന് ആർട്ടിലറി നവീകരണങ്ങളിലേക്കും എല്ലാം ഇന്ത്യ പറന്നുയർന്നു കഴിഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തെ സ്വയം പര്യാപ്തമാക്കി. അതിനാൽ ഇപ്പോൾ പാകിസ്ഥാനാണ് ഇന്ത്യയെ നോവിച്ചു വിട്ടതെങ്കിൽ ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് അവർക്കിനി ഒരിക്കലും മറക്കാനാവാത്ത പാഠമായി മാറാൻ പോകുന്നത്. പാകിസ്ഥാനിലെ റെഡ് അലർട്ട് വെറും മുന്നറിയിപ്പല്ല, അതവരുടെ മനസ്സിലെ ഭയത്തിന്റെ പ്രതിഫലനമാണ്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിലും ഭരണകൂടത്തിനുള്ളിലും ഇപ്പോൾ ആശങ്ക നിറഞ്ഞ അന്തരീക്ഷമാണ്. ഇന്ത്യയുടെ ബോർഡർ പ്രദേശങ്ങളിൽ ശക്തമായ സൈനിക ചലനങ്ങൾ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നെറുകേട് വീണ്ടും ആവർത്തിച്ചെങ്കിൽ മാപ്പുണ്ടാകില്ല എന്ന് പാക്കികൾക്ക് സ്വയം നല്ല ബോധമുണ്ട്. ഇന്ത്യയുടെ ചരിത്രം കാണിച്ചു തന്നിട്ടുണ്ട്, ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ഒരിക്കലും മൗനമായിരുന്നിട്ടില്ല എന്ന്. ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ടിലെ എയർ സ്ട്രൈക്കും ഒടുവിലെ ഓപ്പറേഷൻ സിന്ധൂർ വരെ അതിന്റെ തെളിവാണ്. പാകിസ്ഥാൻ വീണ്ടും അതേ പാതയിൽ പോകാൻ ശ്രമിക്കുമ്പോൾ മോദിയുടെ ഇന്ത്യ അതിനുള്ള മറുപടി കൊടുക്കാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്ത്യയുടെ സുരക്ഷയാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രഥമ ലക്ഷ്യം. അതിനാൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാഷ്ട്രവും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ മുന്നിൽ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ശത്രു തന്നെയാണ് ഇന്ത്യക്ക്. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രമാണ്. എന്നാൽ അത് ഒരിക്കലും ഇന്ത്യയുടെ ദൗർബല്യമല്ല. സമാധാനം നിലനിർത്താൻ ചിലപ്പോൾ യുദ്ധം അനിവാര്യമാണ് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിച്ച പാഠമാണ് എന്നതും ഇന്ത്യ മറക്കാറില്ല. പാകിസ്ഥാനിലെ റെഡ് അലർട്ട് വെറുമൊരു സുരക്ഷാ മുന്നറിയിപ്പ് മാത്രമല്ല, അത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെയും മോദി സർക്കാരിന്റെ ഉറച്ച നയതന്ത്രത്തിന്റെയും വിജയകാഹളം കൂടിയാണ്. തെറ്റ് ചെയ്തെങ്കിൽ ആറടി മണ്ണിൽ കുഴിവെട്ടി വെള്ളപുതച്ചിരുന്നോ, ഇനി അടിച്ചാൽ കരിച്ചു കളയാൻ ശക്തിയുള്ള പുതിയ ഭാരതമാണ് മുന്നിലേക്ക് വരുന്നത്.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച